അതിർത്തിയിൽ സൈനിക നീക്കമുണ്ടാകുമെന്ന സൂചനയ്ക്കിടെ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം. പങ്കെടുത്ത് സൈനിക മേധാവികളും. പ്രധാനമന്ത്രി വിളിച്ച സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗം നാളെ. തീവ്രവാദികൾക്കായി കശ്മീർ താഴ്വരയിൽ തെരച്ചിൽ തുടരുന്നു. പഹൽഗാം ആക്രമണ സമയത്തെ പുതിയ ദൃശ്യങ്ങൾ പുറത്ത്. തെളിവുകൾ ശേഖരിച്ച് NIA സിപ്പ് ലൈൻ ഓപ്പറേറ്ററെ ചോദ്യം ചെയ്തു. മംഗളൂരുവിൽ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ച യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നു. പുലിപ്പല്ലു മാലയാക്കിയ കേസിൽ റാപ്പർ വേടന് ജാമ്യമില്ല. തെളിവ് ശേഖരിക്കാൻ കസ്റ്റഡിയിൽ വാങ്ങി വനംവകുപ്പ്. കൊച്ചിയിലെ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുക്കുന്നു. നാളെ തൃശൂരിലെ ജ്വല്ലറിയിലും എത്തിക്കും. വേടനെ പിന്തുണച്ച് യാക്കോബായ സഭാ മെത്രാൻ ഗീവർഗീസ് മാർ കൂർലോസ്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യൽ തുടരുന്നു. മുഖ്യമന്ത്രി തസ്ലിമയെ അറിയാമെന്ന് ജോഷി. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ബിഗ് ബോസ് താരം ജിൻഡോ. ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ആലപ്പുഴയിലെ കഞ്ചാവ് കേസുമായി ബന്ധമില്ലെന്ന് എക്സൈസ്. വിവാഹത്തിനൊടുവിൽ വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിന് ക്ഷണം. പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് തുറമുഖ മന്ത്രിയുടെ കത്ത്. തുറമുഖത്തിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാനുള്ള ശ്രമമെന്ന് കോൺഗ്രസ്. വിഴിഞ്ഞം ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞെന്ന് A. വിൻസെന്റ് MLA. PV അൻവർ കോൺഗ്രസിലേക്ക് തൃണമൂൽ ബന്ധം ഉപേക്ഷിക്കുമെന്ന സൂചന. കോൺഗ്രസുമായി രഹസ്യ ചർച്ചകൾ തുടരുന്നു. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. നിഷേധിച്ച് തൃണമൂൽ. പെഗസസ് ഉപയോഗിക്കാമെന്ന് സുപ്രീം കോടതി. സ്പൈവെയർ ആർക്കെതിരെയാണ് ഉപയോഗിക്കുന്നത് എന്നതിലാണ് യഥാർത്ഥ ആശങ്ക. ദേശീയ സുരക്ഷയുടെ ഭാഗമായി സ്പൈവെയർ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്നും കോടതി. കാനഡയിൽ ലിബറൽ പാർട്ടിക്ക് ഭരണ തുടർച്ച. മാർക്ക് കാർണി പ്രധാനമന്ത്രിയായി തുടരും. തോൽവി സമ്മതിച്ച് കൺസർവേറ്റീവ് പാർട്ടി.